Hello മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ 5ാമത്തെ പാഠമായിട്ടുള്ള സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസിന് എന്ന പറയുന്ന പാഠത്തെക്കുറിച്ചാണ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്വേത രക്താണുക്കൾ എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ചിട്ട്. നമുക്ക് 5 തരം വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്താണ് എന്ത് മോണോസൈറ്റ്, രണ്ടാമത്താണ് ലിംഫോസൈറ്റ്, മൂന്നാമത്തെ ബേസോഫിൽ, എസനോഫിൽ, ന്യൂട്രോഫിൽ. ഇങ്ങനെ വരുന്ന 5 ടൈപ്പ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമുക്ക് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് എന്താ പറയുക നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേതരക്താണുവാണ് ആയിരുന്നു പറഞ്ഞാൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ഈ ന്യൂട്രോഫിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോക്കി ആ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏതാണ് ന്യൂട്രോഫിൽ എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂട്രോഫിൽ. ഓക്കെ, ഈ കാണുന്ന വൈറ്റ് ബ്ലഡ് സെല്ലാണ് ന്യൂട്രോഫിൽ. ഇയാൾ എന്താ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗൾഫ് ബാക്ടീരിയ, എൻഗൾഫ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലോട്ട് ഒരു ബാക്ടീരിയ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ ആദ്യം തന്നെ ഈ ഒരു നമ്മുടെ ന്യൂട്രോഫിൽ എന്ന് പറയുന്ന സെല്ല് വന്നിട്ട് വിഴുങ്ങും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്രോഫിൽ കുറച്ച് കെമിക്കൽസ്, രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയനെ വിഴുങ്ങിയതിന് ശേഷം ഈ രാസവസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നത്, രോഗാണുക്കളെ കൊല്ലുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ആയിരുന്നു പറയുന്നത് ബേസോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ബേസോഫിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പിലാന് എന്താ പറയുക നമ്മുടെ രോഗാണുക്കളെ കൊല്ലണേനും കാട്ടി കൂടുതൽ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വൈറ്റ് ബ്ലഡ് സെൽസിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഈ ബേസോഫിൽ എന്ന് പറയുന്ന WBC ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിനോട് പറയും എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ബാക്ടീരിയ കയറിയിട്ടുണ്ട്, അല്ല നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ബാക്ടീരിയ കയറിയിട്ടുണ്ട്, അതിനോടനെ തന്നെ എന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയണം എന്ന് പറയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, മറ്റുള്ള WBCനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ബേസോഫിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷനും കൂടി ബേസോഫിൽ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ഡൈലേറ്റ് ബ്ലഡ് വെസൽസ്. അതായത് ഇത്രയും അളവിലിരിക്കുന്ന നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യിക്കുക, അതായത് വികസിപ്പിക്കുക, നല്ല വണ്ണം വെപ്പിക്കുക. ഓക്കെ, അപ്പോൾ ബേസോഫിൽ ചെയ്യുന്ന 2 ഫംഗ്ഷനാണ് എന്ത്, ഒന്നാമത് സ്റ്റിമുലേറ്റ് ദ അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, അതേപോലെ തന്നെ എന്താണ് മറ്റുള്ള എന്താ പറയുക ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നുമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ആ ഒരു എന്താ പറയുക വണ്ണം കൂട്ടുകയും ചെയ്യുന്നുണ്ട്, ഡൈലേറ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത് വരുന്ന നമ്മുടെ WBC ആണ് എസനോഫിൽ എന്ന് പറയും. ഓക്കെ, സ്പെല്ലിങ് ശരിക്കും നോക്കണം കേട്ടോ. എസനോഫിലിൻ്റെ സ്പെല്ലിങ് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാം, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എസനോഫിൽ എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ മൂന്നാമത്തെ WBC എന്ന് പറയുന്നത്. ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്തസൈസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്. ഫോറിൻ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് കയറിയാലും അത് ഫോറിൻ ബോഡീസ് നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട്, അതാണ് എന്ത് ആൻറ്റിജൻ എന്ന് പറയും. ഓക്കെ, നമ്മുടെ ശരീരത്തിലോട്ട് ഏത് ഒരു ഫോറിൻ ബോഡി കയറി കഴിഞ്ഞാലും അതിനെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും, എസനോഫിൽ സഹായിക്കും. എങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞു, കെമിക്കൽസ് സിന്തസൈസ് ആണ് ചെയ്യുന്നത്. കെമിക്കൽസിനെ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു, നിർമ്മിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതലായിട്ട് എസനോഫിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതെന്തിനു സഹായിക്കുന്നു, ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ സഹായിക്കുന്നത്. ഓക്കെ, കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അതായത് വീങ്ങൽ പ്രവർത്തനം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, ഈ വീങ്ങൽ പ്രവർത്തനത്തിനെ സഹായിക്കുകയാണ് എസനോഫിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളതാണ് എന്ത് ലാസ്റ്റ് വരുന്ന 2 ആൾക്കാർ മോണോസൈറ്റും ലിംഫോസൈറ്റും. അതിനകത്ത് മോണോസൈറ്റ് എന്ന് പറയുന്നതും ഒരു WBC തന്നെയാണ്. മോണോസൈറ്റ് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്. ഓക്കെ, ഒരു ശരീരത്തിലോട്ടൊരു ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ അതിനെ എൻഗൾഫ് ചെയ്യുക, നശിപ്പിക്കുക. ഓക്കെ, അതാണ് ആര് ചെയ്യുന്നത്, മോണോസൈറ്റ് ചെയ്യുന്നത്. ലാസ്റ്റത്താണ് ആര്, ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് ഇപ്പോൾ ഏതെങ്കിലും രോഗാണു കയറി കഴിഞ്ഞാൽ എല്ലാ രോഗാണുക്കളെയും എന്ത് ചെയ്യില്ല, ലിംഫോസൈറ്റ് നശിപ്പിക്കില്ല. മൂപ്പിലാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന അണുക്കൾ എങ്ങനത്തെ തരത്തിലുള്ള അണുക്കളാണെന്ന് നോക്കും. ഓക്കെ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ് തന്നെ. ലിംഫോസൈറ്റിനെ കൊല്ലാൻ പറ്റുന്നതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ, ആ ജേംസിനെ നശിപ്പിക്കുള്ളൂ. ഓക്കെ, എല്ലാ തരത്തിലുള്ള ജേംസിനെയും എന്ത് ചെയ്യുന്നില്ല, ലിംഫോസൈറ്റ് നശിപ്പിക്കുന്നില്ല. ഓക്കെ, അതാണ് അപ്പോൾ ലിംഫോസൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പാഠത്തിൽ ലിംഫോസൈറ്റ് 2 ടൈപ്പ് ഉണ്ടെന്നൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും. ഓക്കെ, അതപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.